الحمدلله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവ്വലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മളുടെ എല്ലാം ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളെ അനുഭവിച്ചും ആസ്വദിച്ചുമാണ് നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നാം ഏറെ സന്തോഷത്തോടുകൂടി കാണുന്നത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് വലിയ സങ്കടമായി മാറുന്നത് ലഭിക്കാൻ വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതാണ് മക്കളെന്ന അനുഗ്രഹം.
വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സാധാരണയായി രണ്ടു ഭാഗത്തുള്ള കുടുംബങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ തമാശയായും കാര്യമായും ആവർത്തിച്ച് ചോദിക്കാറുള്ള വിഷയമാണ്, ഒരു കുട്ടിയായില്ലേ, ഭാര്യ ഗർഭിണിയായില്ലേ എന്ന ചോദ്യങ്ങൾ. അത്രത്തോളം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ അനുഗ്രഹത്തെ ലഭിച്ചവരാണ് നമ്മുടെ കൂട്ടത്തിലെ ഭൂരിപക്ഷം ആളുകളും. ഒരുപക്ഷെ വിവാഹ ജീവിതം കഴിഞ്ഞ് നാളേറെയായിട്ടും മക്കളെ ലഭിക്കാതിരുന്ന അപൂർവം ആളുകളെങ്കിലും നമുക്കിടയിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ അല്ലാഹു നമുക്ക് നൽകിയ ആ വലിയ അനുഗ്രഹത്തെ, ഏതൊരു അനുഗ്രഹം അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടോ ആ അനുഗ്രഹത്തിനെല്ലാം പരലോകത്ത് റബ്ബിനോട് നമ്മൾ കണക്കു പറയേണ്ടി വരും, മറുപടി പറയേണ്ടി വരുമെന്ന് ഏറെ വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് ദീർഘമായ ദിവസങ്ങളിലെ പട്ടിണിയും പ്രയാസങ്ങളുമൊക്കെയായി കഴിഞ്ഞുകൂടിയതിനിടയിൽ ഒരു നേരം ലഭിച്ച ഭക്ഷണത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പലർക്കും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോയ, എന്നാൽ നമുക്കല്ലാഹു നൽകുകയും ചെയ്ത മക്കളെന്ന അനുഗ്രഹത്തിൽ പരലോകത്ത് വിജയിക്കുന്ന രക്ഷിതാവാകാൻ നമുക്ക് സാധിക്കുമോ എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. അതിന് അനിവാര്യമായും ഒരു പിതാവിൽ, ഒരു മാതാവിൽ, ഒരു കുടുംബനാഥനിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, പ്രിയപ്പെട്ടവരെ, മക്കളെന്നത് ഒരു അമാനത്താണ്, ഒരു ബാധ്യതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചതാണ്. മക്കളെന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും ചില ഉത്തരവാദിത്തമുള്ള ആളുകളാണ്. ആടിനെ മേക്കുന്ന ആളുകൾക്കും റാഇ എന്ന് പറയാറുണ്ട്. ആ ആടിനെ മേക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ആടിന് കിട്ടേണ്ടതൊക്കെ കിട്ടി അതിനെ മേച്ചു കൊണ്ടുപോകുക എന്നുള്ളത് അയാൾ ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. ആ ഏൽപ്പിക്കപ്പെട്ട ഓരോ ഉത്തരവാദിത്തത്തെക്കുറിച്ചും വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, ഏതൊരു കാര്യത്തിലാണോ നാം ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ വിഷയത്തിൽ തീർച്ചയായും നമ്മളോട് ചോദ്യമുണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വറജുലു റാഇൻ ഫീ അഹ്ലിഹി വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വമസ്ഊലത്തുൻ അൻ റഇയതിഹാ. ഒരു പുരുഷൻ അയാളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവനാണ്. ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ കഴിഞ്ഞുകൂടുന്ന അവളുടെ ആ വീട്ടിൽ അവിടുത്തെ ആളുകളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവളാണ് പെണ്ണ്. ആ ആണും പെണ്ണും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കണം. അപ്പൊ ആ ബോധ്യം ഒക്കെ ഉണ്ടാവണം. എന്റെ കുട്ടിന്റെ കാര്യത്തില്, എന്റെ ഭാര്യന്റെ കാര്യത്തില്, എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിലൊക്കെ നാളെ പരലോകത്ത് ഞാൻ മറുപടി പറയേണ്ടവനാണ് എന്ന ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് ചിലതൊക്കെ ഞാൻ ചെയ്യണമല്ലോ എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഏത് കാര്യവും നമുക്ക് നന്നാക്കി തരേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടു ഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന്, ഒരു കുട്ടിയുണ്ടാകുന്നതിന്റെ മുൻപ് ആ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഈ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനഃപ്പാടമുള്ളതാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. നമ്മളെപ്പോഴും പറയുന്ന കേൾക്കുന്ന പ്രാർത്ഥനയാകുന്നത്, പടച്ചോനെ എനിക്ക് സ്വാലിഹായ ഒരു കുട്ടിയെ തന്ന്, സ്വാലിഹായ സന്താനത്തെ തന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. മാത്രമല്ല മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, മറിയം ബീവി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന ആ സമയത്ത് നാട്ടിൽ മുഴുവൻ ഭക്ഷണത്തിന് പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ അനുഭവിക്കുന്ന ആ സന്ദർഭത്തിൽ സക്കരിയ നബി ഇങ്ങനെ മറിയം ബീവിയെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ് കാണുന്നത്. അള്ളാഹു അവർക്കിങ്ങനെ ഭക്ഷണം ഇറക്കി കൊടുക്കാൻ. ആ സമയത്ത് മറിയം ബീവിയോട് സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കാണ്, മറിയം, എവിടെ നിന്നാണ് അന്നാ ലക്കി ഹാദ, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? മറിയം ബീവി പറഞ്ഞത് എന്താ, ഇതൊക്കെ ഇപ്പൊ എന്റെ കഴിവുകൊണ്ടാണ് എന്നല്ല. ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, മറിയം ബീവി പറഞ്ഞു, ഇത് എനിക്ക് പടച്ചോൻ തന്നതാണ്. അവിടെ വെച്ച് സക്കരിയ നബി പ്രാർത്ഥിക്കാണ്. ആരോട്? മറിയം ബീബിയോടല്ല. സാന്ദർഭികമായി നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെ നാട്ടുകാർ മുഴുവൻ ഭക്ഷണത്തിന് കഷ്ടപ്പെടുന്ന സമയത്ത് ഒരാൾക്ക് ഇങ്ങനെ പടച്ചോൻ ഭക്ഷണം ഇറക്കി കൊടുക്കുന്നത് കാണുകയാണ്. അവിടെ പിന്നെ എന്താ സംഭവിക്കുക? അവിടെ ഒരു പന്തൽ വരും, ബോർഡ് വരും, ടിക്കറ്റ് കൊടുക്കാൻ ആളുണ്ടാകും, വരി ഉണ്ടാകും, തിരക്കുണ്ടാകും, നിയന്ത്രിക്കാൻ വളണ്ടിയർമാർ വേണ്ടിവരും. ഈ അത്ഭുതം സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണാണ്. അവിടെ സക്കരിയ നബിയുടെ പ്രാർത്ഥന എന്താ? ഹുനാലിക ദഅ സക്കരിയാ റബ്ബ, അവിടെ വെച്ച് സക്കരിയ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, പടച്ചോനെ, മറിയം ബീവിയിലൂടെ ഈ അത്ഭുതം നടപ്പാക്കാൻ കഴിവുള്ള റബ്ബേ, എനിക്ക് നീ നല്ല പരിശുദ്ധനായ വിശുദ്ധനായ ഒരു കുട്ടിയെ തന്നനുഗ്രഹിക്കണേ. ഒരു കുട്ടിയെ ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ഒരു കുട്ടിനെ തരണേന്നല്ല, കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, എങ്ങനെങ്കിലുള്ളൊരു കുട്ടീനെ എനിക്ക് തരണേന്നല്ല. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, പടച്ചോനെ, ത്വയ്യിബത്തായ പരിശുദ്ധനായ നല്ല വിശുദ്ധിയുള്ള ഒരു കുട്ടിയെ നൽകിക്കൊണ്ട് റബ്ബേ നീ എന്നെ അനുഗ്രഹിക്കണേ. സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി നമുക്കൊക്കെ ഈ ഭൂരിപക്ഷം ആളുകളും കുട്ടിയെ കിട്ടിയ ആളുകളാണ്. കുട്ടിയെ ലഭിച്ചാലും ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നമുക്ക് പ്രാർത്ഥന വേണം. ഇബാദുർ റഹ്മാന്റെ പരമകാരുണ്യകനെ ഏറെ ഇഷ്ടപ്പെട്ട, പടച്ചോനേറെ ഇഷ്ടമുള്ള അവന്റെ നല്ല അടിമകളുടെ പ്രാർത്ഥന തന്നെ പടച്ചോൻ പറഞ്ഞ എന്താ? വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ, പടച്ചോനെ, കൺകുളിർമ എന്റെ ഭാര്യന്റെ അടുത്തുനിന്ന്, ഭർത്താവിന്റെ അടുത്തുനിന്ന്, എന്റെ കുട്ടികളുടെ അടുത്തുനിന്ന് മനസ്സിനൊരു സന്തോഷവും കണ്ണിനൊരു കുളിർമയൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ റബ്ബേ നീ എനിക്കുണ്ടാക്കി തരണേ. മിനിഞ്ഞാന്ന് ഒരു ഉമ്മ ഒരു മെസ്സേജ് അയച്ചു. കരഞ്ഞുകൊണ്ടാണ് അവരയക്കുന്നത് ആ മെസ്സേജ്. അതിലുള്ളതെന്താ? അവര് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രസംഗം കേട്ടപ്പോ അവരൊരു മെസ്സേജ് അയച്ചതാണ്. ഇതിലവർ പറയണത്, ഈ പ്രസംഗത്തിൽ പറഞ്ഞ കുട്ടികളുടെ ചില സ്വഭാവം ഉണ്ടല്ലോ, ആ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഉമ്മയാണ് ഞാൻ. എന്റെ കുട്ടിനോട് ആർക്കെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? സഹോദരങ്ങളെ, കുട്ടികളെ കിട്ടാതെ അടങ്ങാറാവുന്ന ആൾക്കാരുണ്ട്. ലക്ഷങ്ങൾ കൊടുത്ത് ചികിത്സ നടത്തി, അതിനുവേണ്ട മരുന്ന് കഴിച്ച്, അതിനുവേണ്ട എല്ലാ നിലക്കുമുള്ള ചികിത്സകൾ തേടി ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ, അവരനുഭവിക്കണ കുറച്ച് പ്രയാസമല്ലേ? അതിനേക്കാളും വലിയ പ്രയാസാണ് കുട്ടികളുണ്ടായിട്ട് അവര് അള്ളാന്റെ ദീനിന്റെ വഴിയെ അല്ല നടക്കുന്നെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നം. അതുകൊണ്ട് ഈ പ്രാർത്ഥന വളരെ പ്രസക്താണ്. പടച്ചോനെ, എന്റെ ഇണയിൽ നിന്ന്, എന്റെ മക്കളിൽ നിന്ന് മനസ്സിനൊരു സന്തോഷവും കണ്ണിനൊരു കുളിർമയും അനുഭവിക്കാൻ കഴിയുന്ന അവസ്ഥ നീ എനിക്കുണ്ടാക്കി തരണേ. പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. നമ്മള് സാധാരണ ഉമ്മാക്കുപ്പാക്കൊക്കെ ഉള്ള ഒരു സ്വഭാവം എന്താ വെച്ചാൽ എല്ലാരോടും പരാതി പറയും. കുട്ടികളുടെ കാര്യത്തിൽ എല്ലാരോടും പറയും. പഠിപ്പിക്കുന്ന ഉസ്താദുമാരോട്, പള്ളിയിലെ ഖത്തീബിനോട്, ഇമാമിനോട്, നാട്ടിലെ പ്രമുഖരോട്, ദീനിനോട് ബന്ധമുള്ള ആൾക്കാരോടൊക്കെ പറയും, നോക്കി നിങ്ങൾ ഓനോടൊന്ന് സംസാരിക്കണം. പക്ഷെ നമ്മളെല്ലാ പ്രശ്നവും തീർത്തു തരാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള, ശക്തിയുള്ള അള്ളാനോട് എത്ര കണ്ട് നമ്മളെ വിഷയം നമ്മൾ പറയുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കുകയാണ്. ആത്മാർത്ഥമായി മക്കളുടെ കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ അതിന് മാതൃകയായിട്ട് ജീവിക്കണം. ഈ ഉപദേശിക്കുന്ന എത്ര ബാപ്പയും ഉമ്മയും പറയുന്ന കാര്യത്തിൽ മാതൃകയാണ്. ആലോചിച്ച് നോക്കുകയാണ്. കുട്ടികൾ മൊബൈലുമ കളിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ വിളിക്കും. ആ വിളിക്കണ നമ്മളെ കയ്യിലുണ്ടാവും മൊബൈല്, അല്ലേ?
നമ്മൾ എത്ര കാര്യത്തിൽ മാതൃകയാകുന്നുണ്ട്. കാരണം എന്താ, ബാപ്പയും ഉമ്മയും എന്നത് മക്കളിലേറെ സ്വാധീനം ചെലുത്തും. എന്തിലൊക്കെ സ്വാധീനം ചെലുത്തും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എല്ലാ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ടാണ്. എന്നിട്ട് ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനി. പിന്നെ അവൻ യഹൂദിയാകുന്നത്, നസ്രാനിയാകുന്നത്, മജൂസിയാകുന്നതൊക്കെ അവന്റെ ബാപ്പാന്റെ ഇമ്മാന്റെ സ്വാധീനം കൊണ്ടാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചുവെങ്കിൽ നമ്മൾ എന്താണ് നമ്മളെ കുട്ടികൾക്ക് മാതൃക കാണിച്ചു കൊടുത്തത്? അതാണ് അവരിൽ ഉണ്ടാകുക. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെ, നിങ്ങളെ 2 വയസ്സായ 3 വയസ്സായ കുട്ടി ഒരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ അവൾക്ക് കളിക്കാൻ ഒരു കളിപ്പാവയെ വാങ്ങിക്കൊടുത്താൽ ഉമ്മാന്റെ ഷാളെടുത്ത് ജനലിൽ ഒരു തൊട്ടികെട്ടി ആ കുട്ടി അവൾ അതിലിട്ട് താരാട്ടുപാട്ടുപാടി അവളുടെ ഭാഷയിൽ പാട്ടുപാടി ഉറക്കുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മൾ ആരെങ്കിലും ക്ലാസ് എടുത്തു കൊടുത്തതാ? നമ്മൾ ആരെങ്കിലും ട്യൂഷൻ കൊടുത്തതാ കുട്ടിക്ക് പാവക്കുട്ടിയോണ്ട് എങ്ങനെ കളിക്കേണ്ടത്? അല്ലല്ലോ. ഒരാൺകുട്ടിയാണെങ്കിൽ ബാപ്പ ചെയ്യുന്ന പല കാര്യങ്ങളും അവന്റെ ജീവിതത്തിൽ അവനിങ്ങനെ വണ്ടി ഓടിക്കും. ഒരുപക്ഷെ വണ്ടിയെ കയറിയാല് 3 വയസ്സും 4 വയസ്സുള്ള അവൻ പറയും, ബാപ്പച്ചി ഞാൻ വണ്ടി ഓടിക്കുക. എന്തേ? നമ്മളാരും ക്ലാസ് കൊടുത്തതല്ല, മറിച്ച് നമ്മളിൽ നിന്ന് കുട്ടി കണ്ടുപഠിച്ച ചില മാതൃകകളാണത്. നമ്മളിൽ നിന്ന് കുട്ടി നമ്മളെ വാപ്പാനോടും ഉമ്മാനോട് നമ്മൾ മാന്യമായി സംസാരിക്കുന്ന ഒരു മാതൃക നമ്മളെ കുട്ടി കാണുന്നുണ്ടോ? ബാങ്ക് കൊടുത്താൽ ബാക്കി എല്ലാ തിരക്കും മാറ്റിവെച്ച് ബാപ്പങ്ങനെ ഒളുവെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാണ് പള്ളിക്ക്. കാണുന്നുണ്ടോ നമ്മുടെ കുട്ടി ആ മാതൃക? സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നോക്കുന്ന നമ്മുടെ കുട്ടി, ബാപ്പ എവിടെ? ബാപ്പ സുബഹിക്ക് പള്ളിയിൽ പോയിട്ടുണ്ട്. എന്തെങ്കിലും കാരണം കൊണ്ട്, ഇനിയിപ്പോ കറണ്ടൊക്കെ ഇല്ലാത്തൊരു സമയത്ത് ചൂടെടുത്തിട്ട് കുട്ടി രാവിലെ ഒരു 4 മണിക്കോ 4:30 എഴുന്നേറ്റ് നോക്കിയപ്പോ ഓന്റെ ഉപ്പയും ഉമ്മയും നിസ്കരിക്കണതാണ് കാണുന്നത്. അപ്പൊ ഉപ്പാനോട് ചോദിക്കാണ്, ഉപ്പ ഈ സമയത്ത് എന്താ നിസ്കാരം? അത് മോനെ, അള്ളാഹുവിന് വേണ്ടി നമ്മൾ രാത്രി നിസ്കരിക്കുന്ന സമയമാണിത്. കാണുന്നുണ്ടോ നമ്മുടെ മാതൃക? വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, മാന്യമായി സംസാരിക്കുന്ന, കളവ് പറയാത്ത ഉമ്മയെ ഉപ്പയെ കാണുന്നുണ്ടോ? മാതൃക കാണുന്നുണ്ടോ നമ്മുടെ മക്കൾ? ആ മാതൃക കാണിച്ചുകൊണ്ട് വളർത്തുക എന്നത് സഹോദരങ്ങളെ, മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാകാൻ അനിവാര്യമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 4ാമത്തെ കാര്യം, ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കണം നമ്മളെ മക്കളെ. നമ്മൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ കപടമായി അവർ കാണുന്ന സ്നേഹങ്ങളുടെ പിറകെ പോകും. നിങ്ങളെ കുട്ടികളെ ഏത് പ്രായത്തിലാണ് സ്നേഹിക്കുക? ഞാൻ പറയുന്നത് 2-3 വയസ്സാവുമ്പോൾ എടുത്തുകൊണ്ട് ഉമ്മ കൊടുക്കുന്നത് മാത്രമല്ല ഞാൻ പറയുന്നത്. +2 പഠിക്കുന്ന പെൺകുട്ടികളുടെ ക്യാമ്പിൽ ഉമ്മാര് മുന്നിലിരിക്കേണ്ട കുട്ടികൾ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഉമ്മാർക്കാണ് ക്ലാസ് എടുക്കുന്നത്. കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ ഉമ്മയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? മുന്നിൽ ഉമ്മ ഇരിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും +2 പഠിക്കുന്ന പെൺകുട്ടികൾ പറഞ്ഞ എന്താ പറയുക? ഉമ്മാനോട് ഇടയ്ക്കൊക്കെ ഒരു ഉമ്മ തരാൻ പറയണം. അത് എല്ലാ കുട്ടികളെ ആഗ്രഹമാണ്. നമ്മൾ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? മിമ്പറിൽ സംസാരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയുടെ കവാടം കടന്ന് പള്ളിയിലേക്ക് കയറി വരുന്ന തന്റെ പൊന്നോമന മക്കളെ, പേരക്കുട്ടികളെ കണ്ടപ്പോ മിമ്പറിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് പ്രവാചകൻ അവരെ എടുത്ത് ചുംബിച്ച് തിരിച്ച് മിമ്പറിൽ കയറിയ ചരിത്രം നമ്മൾ ഇസ്ലാമിൽ വായിക്കുന്നുണ്ട്. എത്ര ദിവസമായി മക്കളെ അണച്ചുകൂട്ടിയൊരു ഉമ്മ കൊടുത്തിട്ട്, അവരെ സ്നേഹിച്ചിട്ട്, അവരോട് സംസാരിച്ചിട്ട്, അവരുടെ വിശേഷം ചോദിച്ചിട്ട്. അബൂ ഉമൈർ എന്ന പേരുള്ള ഒരു കുട്ടി ആ നാട്ടിലുണ്ടായിരുന്നു പ്രവാചകന്റെ കാലത്ത്. അബൂ ഉമൈർ എന്നവന്റെ വിളിപ്പേരാണ്. ചെറിയ കുട്ടിയാണ്, പ്രവാചകന്റെ കുട്ടിയല്ല, പ്രവാചകന്റെ ബന്ധുക്കളുടെ കുട്ടിയല്ല, ആരുമല്ല, പേരക്കുട്ടിയല്ല. ആ നാട്ടിലെ ഒരു സ്വഹാബിയുടെ മകൻ. അവൻ എപ്പോഴും ഒരു കുരുവിയെ കൊണ്ട് കളിക്കും. എവിടെ വെച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ കണ്ടാലും ചോദിക്കുമെന്നാണ്, യാ അബൂ ഉമൈർ മാ ഫഅല നുഗൈർ, അബൂ ഉമൈറെ എന്താ നിന്റെ കുരുവിയുടെ വിശേഷം? സ്വന്തം നാട്ടിലെ ഒരു കുട്ടിയുടെ കുരുവിയുടെ വിശേഷം ചോദിക്കാൻ മാത്രമുള്ള അടുപ്പമുണ്ടായിരുന്നു റസൂലും കുട്ടികളും തമ്മിൽ. നമ്മൾ നമ്മളുടെ സ്വന്തം കുട്ടിയോട് ഒന്ന് അടുത്തിടപഴകിയിട്ട് അവരുടെ കൂടെ ഒന്ന് കുറച്ച് സമയം കളിച്ചിട്ട് ചിരിച്ചിട്ട് അവരെ സ്നേഹിച്ചിട്ട് എത്ര കാലമായി സഹോദരങ്ങളെ? ആത്മാർത്ഥമായി മക്കളെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. 5ാമത്തെ കാര്യം, ഉപദേശം കൊടുക്കണം സ്നേഹത്തോടുകൂടി. നമ്മളെങ്ങനെ ഉപദേശിക്കുക?
ചിലപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് ഒന്നും തിരുത്തൂല, 2, 3, 4 ആവർത്തി ഒരു കാര്യം കണ്ടാലേ നമ്മൾ വിളിച്ചിട്ട് പറയും 2 ദിവസമായിട്ട് ഞാൻ അതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പൊട്ടിത്തെറിക്കല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്തെല്ലാം ഉപദേശമാണ് കുട്ടിക്ക് കൊടുത്തത്. ലോകത്തൊരു മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മയായ തൗഹീദിനെ കുറിച്ച്, ഏറ്റവും വലിയ തിന്മയായ ശിർക്കിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതിനെ കുറിച്ച്, അത് കഴിഞ്ഞാൽ ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും പ്രാധാന്യമുള്ള മാതാപിതാക്കളോടുള്ള ബാധ്യതയെക്കുറിച്ച്, റബ്ബ് എല്ലാ രഹസ്യവും അറിയുന്നവനാണെന്ന തഖ്വയെക്കുറിച്ച്, നമസ്കാരത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തെക്കുറിച്ച്, ക്ഷമയെക്കുറിച്ച്, സംസാരത്തിലും പെരുമാറ്റത്തിലും നടത്തത്തിലുമൊക്കെ പാലിക്കേണ്ട സംസ്കാരത്തെക്കുറിച്ച് എല്ലാ ഉപദേശവും കൊടുത്തു ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ എന്തു പറഞ്ഞിട്ടാ കൊടുത്തത്? യാ ബുനയ്യ, പൊന്നുമോനെ എന്ന് വിളിച്ചിട്ടാണ് ഉപദേശം. സ്നേഹത്തിന്റെ ഉപദേശങ്ങൾക്കാണ് സഹോദരങ്ങളെ കാതുകൊടുക്കുക ആളുകൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ച് ഉപദേശിച്ചു. എങ്ങനെയാ വിളിച്ചത്? വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനി വയഅഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇബ്രാഹിം നബി യാക്കൂബ് നബിയും മക്കളെ വിളിച്ച് ഉപദേശം കൊടുത്തു. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. എന്താ വിളിച്ചത്? യാ ബനിയ, ഞങ്ങളുടെ പൊന്നുമക്കളെ, പൊന്നുമോനെ എന്ന് വിളിച്ചിട്ടാണ് ഉപദേശം. സഹോദരങ്ങളെ, മനസ്സറിഞ്ഞ് സ്നേഹത്തിന്റെ ഉപദേശം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ചില ആളുകൾ ഉപദേശിക്കാൻ മറന്നുപോകും, മടി കാണിക്കും. എന്തുകൊണ്ട് അറിയോ? കുട്ടിയാളല്ലേ എന്ന് വിചാരിച്ച്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വകം മിമ്മൻ അഷ്ഖാ വലദുഹു വഫിദത കബ്ദിഹി ഫിദ്ദുനിയ വൽആഖിറ. തന്റെ കരളിന്റെ കഷ്ണമായ മക്കളെ കൊണ്ട് ഇഹലോകത്തും പരലോകത്തും ദൗർഭാഗ്യവാന്മാരായ എത്ര മാതാപിതാക്കളാണുള്ളത്. എന്തുകൊണ്ടാണ് അവർക്ക് ദൗർഭാഗ്യം വന്നത് അറിയോ? ബിഇഹ്മാലിഹി വതർകി തഅദീബിഹി വഇആനതിഹി അലാ ശഹവാതിഹി. അവരെ അവഗണിച്ചതുകൊണ്ട്, അശ്രദ്ധമായി കുട്ടികളെ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട്, അവർക്ക് കൊടുക്കേണ്ട സംസ്കാരം പകർന്നു കൊടുക്കാത്തതുകൊണ്ട്, കുട്ടികൾ തോന്നിയ പോലെ ജീവിക്കുമ്പോൾ അതിനൊക്കെ അവസരം കൊടുത്തതുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും എത്ര മാതാപിതാക്കളാണ് ദൗർഭാഗ്യവാന്മാരായത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, വഹുവ ബിദാലിക, എന്തുകൊണ്ട് അവൻ ശ്രദ്ധിക്കാതിരുന്നത്? യസ്അമു അന്നഹു യുക്രിമുഹു വഖദ് ഹാനഹു വയർഹമുഹു വഖദ് ളലമഹു. അവൻ പറഞ്ഞത് എന്റെ കുട്ടിനെ ഞാൻ വല്ലാണ്ട് പരിഗണിക്കുകയാണ് എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ അവന്റെ കുട്ടിയെ അപമാനിക്കുകയാണ് ചെയ്തത്. എന്റെ കുട്ടിയോട് കാരുണ്യം കാണിക്കുകയാണ് എന്നാണ് അവൻ വിചാരിച്ചത്. പക്ഷെ ആ കുട്ടിയോട് വലിയ ദ്രോഹമാണ് അവൻ ചെയ്തത്. അല്ലെ, ഒരു കുട്ടി ഇസ്ലാമികമായിട്ടുള്ള ഡ്രസ്സല്ല അവൾ വാങ്ങുന്നത് എന്ന് അറിഞ്ഞിട്ടും അവളുടെ ഇഷ്ടല്ലേ പറയാൻ മറന്നുപോകുകയാണ്, മടിക്കുകയാണ്. നമ്മൾ ഒരു ചീത്തയായ വാക്കോ പെരുമാറ്റോ കുട്ടിയിൽ നിന്ന് കണ്ടപ്പോ കുട്ടിയല്ലേ തിരുത്താൻ നമ്മൾ മറന്നു പോകണം. അതുകൊണ്ട് നമ്മൾ ദൗർഭാഗ്യവാന്മാരാകും. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, ഉപദേശിക്കണം. നമുക്ക് എല്ലാ കാര്യവും ഉപദേശിക്കാൻ കഴിയോ സഹോദരങ്ങളെ? നമുക്ക് പരിമിതിയുണ്ട്, അറിവിന് കഴിവിന് നമുക്ക് പരിമിതിയുണ്ട്. അതിനാണ് നമ്മളുടെ മദ്രസ. നമ്മളുടെ മദ്രസകളിൽ നമ്മുടെ കുട്ടികളെ എത്തിക്കണം. ഇപ്പൊ ആ സമയമാണ്, മദ്രസയിൽ കുട്ടികളെ ചേർക്കുന്ന സമയം. നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പരിഗണിക്കണം നമ്മളൊരു മദ്രസ തിരഞ്ഞെടുക്കാൻ. ആ കുട്ടിന്റെ സ്കൂള്, അവന്റെ ബസ് വരുന്ന സമയം, അവന്റെ ട്യൂഷൻ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏത് സമയത്ത് അതിന് പറ്റിയ മദ്രസ എവിടെ ഉള്ളതെന്ന് നമ്മൾ ചോദിക്കുക. കുട്ടിന്റെ ബസ് 7 മണിക്ക് വരും. അപ്പൊ ശനി ഞായറും മാത്രമുള്ള മദ്രസ ഉണ്ടാവുമോ? അല്ല, ശനി ഞായറൊക്കെ അവൻ ട്യൂഷനാണ്. അപ്പൊ ഓൺലൈനിൽ എന്തെങ്കിലും ഒരു സംവിധാനം കിട്ടുമോ? ദുനിയാവിന്റെ കാര്യം മുഴുവൻ കഴിഞ്ഞിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഗ്യാപ്പുള്ളപ്പോൾ മാത്രം കൊടുക്കേണ്ടതല്ല പടച്ചോനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചുള്ള ബോധം. അപ്പൊ എന്താ സംഭവിക്കാറിയോ? നിങ്ങൾ എന്തിനാ നിങ്ങളെ കുട്ടിയെ ആദരിക്കേണ്ടത്? പടച്ചോന് വേണ്ടി ആദരിക്കണം. അപ്പോഴെങ്ങളെ കാണാത്തപ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായി അവൻ ജീവിക്കുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് ആ കുട്ടി നിങ്ങളെ സ്നേഹിക്കണതെങ്കിൽ നിങ്ങളെ കാണാത്തപ്പോൾ എന്തിനാവും നിങ്ങളെ സ്നേഹിക്കണത്? പടച്ചോനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കാൻ, സംവിധാനങ്ങളിൽ എത്തിക്കാൻ സഹോദരങ്ങളെ നമ്മൾ മറന്നുപോകരുത്. അങ്ങനെ മക്കളെന്ന അനുഗ്രഹത്തിന്റെ കാര്യത്തിൽ പരലോകത്ത് നമുക്ക് എല്ലാവർക്കും വിജയിക്കാനാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ
യാത്ര പോവുകയാണ്. ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞവരങ്ങനെ തിരിച്ചു പോകുന്ന സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജാബിർ റളിയല്ലാഹു അൻഹും കുറേ സമയം സംസാരിച്ചു അവരുടെ യാത്രയിൽ. ജാബിർ റളിയല്ലാഹുവിന്റെ വീടിന്റെ കുടുംബത്തിന്റെ അവസ്ഥകളൊക്കെ ആ സംസാരത്തിൽ വിഷയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ജാബിർ, താങ്കളുടെ ഈ ഒട്ടകത്തെ താങ്കൾ എനിക്ക് വിൽക്കുന്നു? അപ്പൊ നബിയാണ് ചോദിച്ചത്. അപ്പൊ ജാബിർ റളിയല്ലാഹു പറഞ്ഞു, റസൂലേ, ഞാൻ വിൽക്കാം. രണ്ടാളും ചർച്ച ചെയ്തൊരു വില തീരുമാനിച്ച് അങ്ങനെ അവരുടെ വർത്തമാനം കഴിഞ്ഞ് അവരുടെ വീടുകളിലേക്ക് എത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആ കാശ് കൊടുത്തു, പറഞ്ഞ കാശ് കൊടുത്തു. അദ്ദേഹം ആ കാശുമായി പോയി. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരാളെ വിട്ടിട്ട് ജാബിർ റളിയല്ലാഹു തിരിച്ചു വിളിച്ചു, അദ്ദേഹത്തോട് വരാൻ പറയുന്നു. തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, ഖുദ് ജമലക്, നിങ്ങളുടെ ആ ഒട്ടകത്തെ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളേ, അത് നിങ്ങൾക്കുള്ളതാണ്. ആ ദിർഹമും ആ ഒട്ടകവും നിങ്ങൾക്കുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു തന്ത്രമാണ് അവിടെ ചെയ്തത്. ജാബിർ റളിയല്ലാഹുവിന്റെ പ്രയാസമൊക്കെ ചോദിച്ചിട്ട്, എന്നാ ഞാൻ കുറച്ച് പൈസ തന്ന് നിന്നെ സഹായിക്കാം എന്ന് പറയുന്നതിന് പകരം ആ പൈസ അദ്ദേഹത്തിന് കൊടുക്കാൻ നബി ഉദ്ദേശിച്ചിന്. അപ്പൊ അതൊരു കൈനീട്ടി വാങ്ങുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ ആ പണം കൊടുക്കാൻ വേണ്ടി ഒരു കച്ചവടത്തിന്റെ രൂപം ഉണ്ടാക്കിയത് കൊടുത്ത് പിന്നീട് ഒട്ടകത്തിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊരു സഹായം ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സഹായിച്ചതാണ്. സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെയൊക്കെ കൈത്താങ്ങ് പലരും വിചാരിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു സന്ദർഭമാണിത്. ആലോചിച്ച് നോക്കി, സ്കൂളും മദ്രസും ഒന്നിച്ച് തുറക്കാൻ ഒരു 3 കുട്ടി ഒരു വീട്ടിൽ നിന്നുണ്ടെങ്കിൽ 6 കുട്ടികൾക്കുള്ള ചെലവുണ്ട്. മദ്രസക്കും പോകണുണ്ട്, ആ കുട്ടി സ്കൂൾക്കും പോകണുണ്ട്, അല്ലേ? എത്ര പുസ്തകം വേണം, പേന വേണം, ഡ്രസ്സ് വേണം, ബാഗ് വേണം, എന്തെല്ലാം സംവിധാനങ്ങൾ വേണം. നമുക്കറിയാം നമ്മുടെ നാടിന്റെ നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഒരു 10 നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ ഒരു 2 നോട്ട്ബുക്കെങ്കിലും അയലോക്കത്തുള്ളൊരു കുട്ടി അങ്ങനത്തെ ഒരു അർഹനാണെങ്കിൽ അവർ ചോദിക്കാതെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. ചിലപ്പോൾ സ്വന്തം പെങ്ങളാക്കാരം, സ്വന്തം ജ്യേഷ്ഠന്റെ മക്കളായിരിക്കും. ഒന്ന് അറിയണം, നമ്മൾ അവസ്ഥ അറിയണം. നമ്മുടെ കുട്ടിക്കൊരു ചോറ്റുപാത്രം വാങ്ങുമ്പോൾ ഒരു ഉപ്പേരിടാനുള്ള ചെറിയൊരു പാത്രമെങ്കിലും ആ കുട്ടിക്കൊന്ന് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തെ, നമുക്കറിയാം ശക്തമായ ചൂട് വഴിമാറി അൽഹംദുലില്ലാ നമുക്ക് അള്ളാഹു മഴ നൽകി. അള്ളാഹു അനുഗ്രഹീതമായ മഴയെ അപകടമില്ലാത്ത രൂപത്തിൽ നമുക്ക് ഇനിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കുറേ ആളുകൾക്ക് അത് ആശ്വാസമാണ്, ചില ആളുകൾക്കെങ്കിലും അത് വല്ലാത്തൊരു പേടിയാണ്. ഒടിഞ്ഞു തൂങ്ങിയ, പൊളിഞ്ഞു വീഴാറായ അവസ്ഥകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളുണ്ട്. ഒരു ടാർപ്പായി വാങ്ങിക്കൊടുക്കാനേ നമ്മളെ കൊണ്ട് പറ്റും, അതാണ് അയാൾക്ക് ആവശ്യമെങ്കിൽ. അല്ല, നമുക്കൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തിലേക്കൊന്ന് തൽക്കാലം മാറ്റിപ്പാർപ്പിക്കലാണെങ്കിൽ അവിടെ എന്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. മൂന്നാമത്തത്, നമ്മുടെ കുട്ടികളുടെ SSLC +2 റിസൾട്ടൊക്കെ വന്ന് നിൽക്കുന്ന സമയമാണ്. കുറേ രക്ഷിതാക്കൾ ഉണ്ടാകും, അവർക്ക് പ്രത്യേകിച്ച് കാഴ്ചപ്പാടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അറിവുള്ള, വിവരമുള്ള, കോഴ്സുകളെക്കുറിച്ച് അറിയുന്ന, സ്ഥാപനങ്ങളെക്കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ നമ്മുടെ അയൽപ്പക്കത്തും കുടുംബത്തിലൊക്കെ ഉള്ള അങ്ങനെയുള്ള കുട്ടികൾക്ക്, രക്ഷിതാക്കൾക്ക് വിളിച്ച് ചെറിയൊരു ഉപദേശം, അതൊരു ഭയങ്കര ഉപദേശിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, സംസാരത്തിന്റെ ഇടയിൽ നിങ്ങൾ ഇന്നൊരു കോഴ്സ് കൊടുത്ത് അവനെ നന്നാവട്ടോ, അവന്റെ മാർക്കൊക്കെ ഒന്ന് ചോദിച്ച് ഒരു വഴി കാണിച്ചു കൊടുക്കാൻ, ദിശ പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതിന് ശ്രമിക്കേണ്ട സമയമാണ്. ചോദിക്കാതെ അത്തരം സഹായങ്ങൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ലഭിക്കാനുള്ളൊരു ശ്രദ്ധ നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതോടൊപ്പം നമ്മൾ ദുൽഖഅദ് മാസത്തിലാണ്, ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി നിർവഹിക്കാനുള്ളൊരു കാര്യം നമ്മുടെ ബലികർമ്മമാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ അതിനെ തീരുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ബലി അറുക്കാനുള്ള ശേഷി ഉണ്ടായിട്ട് അതിന് ശ്രമിക്കാതെ, അതിൽ മുഴുകാതെ, അതിൽ പങ്കുചേരാത്ത ഒരാൾ നമ്മുടെ ഈദിന്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിന്റെ അത്രയും ഗൗരവമുള്ളതുകൊണ്ടാണ്. ഒരു ഉരുവിന് അറുക്കാൻ കഴിയുന്നവരൊക്കെ 7 ആൾ ഷെയർ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കേണ്ടല്ലോ, ഒറ്റക്ക് അറുക്കാൻ. അതായത് ഒരെണ്ണത്തെ വാങ്ങി അറുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഒരു 2, 3, 7 വരെ ഷെയർ ചേർന്നിട്ടെങ്കിലും ആ നന്മയിൽ പങ്കുചേരാൻ ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു തുടങ്ങേണ്ട സമയമാണ്. ഇങ്ങനെ ധാരാളം നന്മകളിൽ സജീവമാകാൻ കൂടി ഈ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ സജീവ ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ.
നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക്, രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണ്ണ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിടത്തിന് അള്ളാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹു അവരെ ആദരിക്കുമാറാകട്ടെ. എവിടെ എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മുടെ മരണം നിശ്ചയിച്ചുവെങ്കിലും ഈമാനുള്ള മരണം നൽകി അള്ളാഹു നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ നാടിന്റെ നന്മയും ഒരുമയും ഐക്യവും സമാധാനവും സന്തോഷവും ഈ രാജ്യത്ത് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതിനെ തകർക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഈ നാട്ടിൽ നന്മ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഈ നാടിന്റെ മതേതരത്വ സ്വഭാവം നിലനിൽക്കാൻ കൊതിക്കുന്ന, അതിന് പരിശ്രമിക്കുന്ന, അതിന് തന്റെ ഇടമുള്ള നന്മയുള്ള മനസ്സുകളുടെ കൈകളിലേക്ക് ഈ നാടിന്റെ ഭരണത്തെ തിരിച്ചേൽപ്പിച്ച് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.